പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നമ്മൾ പരമ്പരയായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഇന്ന് വൈശ്യൻ എന്നെ ഭജിക്കുകയാണെങ്കിൽ അവനും ഞാൻ പരമമായ ഗതിയെ നൽകുന്നു. എന്താണ് വൈശ്യന് പ്രത്യേകത? ഗീതയിൽ തന്നെ ഭഗവാൻ പറയും, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഞാൻ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത വരിയിൽ ഭഗവാൻ കൃത്യമാക്കുന്നു, ഗുണകർമ്മ വിഭാഗശഃ. ഒരു വ്യക്തിയുടെ ഗുണത്തിന്റെയും അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. 3 ഗുണങ്ങളാണ് പ്രകൃതിയിലുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചിട്ടാണ് ഒരാൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ആവുന്നത്. സത്വഗുണം 1-മതും രജോ ഗുണം 2-മതും തമോ ഗുണം 3-മതും വന്നാൽ അയാൾ ബ്രാഹ്മണനാണ്. അച്ഛനാര് അമ്മയാര് എന്ന് ചോദിക്കരുത്. ക്ഷത്രിയൻ 1-മത് ക്ഷാത്രഗുണം രജോ ഗുണവും 2-മത് സത്വഗുണവും 3-മത് തമോ ഗുണവും വന്നാൽ അയാൾ ക്ഷത്രിയനാണ്. ആരാണ്? വൈശ്യൻ. 1-മത് ക്ഷാത്രഗുണം, അതായത് ക്ഷത്രിയന്റെ ഗുണവും 2-മത് തമോ ഗുണവും 3-മത് സത്വഗുണവും വരുമ്പോൾ അയാൾ വൈശ്യൻ. ആരാണ്? ശൂദ്രൻ. 1-മത് തമോ ഗുണവും 2-മത് രജോ ഗുണവും 3-മത് സത്വഗുണവും വരുന്നവനാണ് ശൂദ്രൻ. അപ്പൊ ഇത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരച്ഛനും അമ്മയ്ക്കും 4 മക്കളുണ്ടെന്ന് കരുതുക. 1-മൻ നല്ല ക്ഷമാശീലം, ബുദ്ധിശക്തി, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുള്ളവൻ, മത്സ്യമാംസാദികളെ വലിയ താല്പര്യമില്ലാത്തവൻ, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവൻ, എരിവ് പുളിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മിതത്വം പാലിക്കുന്ന നല്ലൊരു അധ്യാപകൻ, ഗുരുനാഥൻ എപ്പോഴും ബ്രാഹ്മണനായിരിക്കും. അച്ഛനാരമ്മയാരെന്ന് ചോദിക്കരുത്. APJ അബ്ദുൽ കലാം നല്ലൊരു ബ്രാഹ്മണനാണ്. അപ്പോൾ ഒരു ശാസ്ത്രകാരൻ, ഒരു ഗുരുനാഥൻ, സമാജത്തെ ലീഡ് ചെയ്യുന്ന ബുദ്ധിശാലികളെല്ലാം ബ്രാഹ്മണരായിരിക്കും. അവരുടെ ഏത് കുലത്തിൽ ജനിച്ചു, ഏത് നാട്ടിൽ ജനിച്ചു, അമേരിക്കയിലാണോ ആഫ്രിക്കയിലാണോ എന്ന ചോദ്യമൊന്നും അവിടെ പ്രസക്തമല്ല. ഒരു പട്ടാളക്കാരൻ, ഒരു നല്ല ഭരണാധികാരി, ഒരു ആർമി ഓഫീസർ, ഒരു പോലീസുകാരനൊക്കെ എപ്പോഴും ക്ഷത്രിയനായിരിക്കണം. ചോര കണ്ടാൽ വിറക്കുന്നവരായിരിക്കരുത്. രാഷ്ട്രത്തെ രക്ഷിക്കുവാൻ, കൊല്ലുവാനും ചാകുവാനും തയ്യാറുള്ളവനായിരിക്കണം. ഇപ്പൊ അർജുനൻ ഇവിടെ ക്ഷത്രിയനാണ്. വൈശ്യൻ കൃഷി, ഗോരക്ഷ, വാണിജ്യമാണ്. അപ്പോൾ വൈശ്യാസ്തത എന്ന് പറയുമ്പോൾ വൈശ്യനെ സംബന്ധിച്ച് കച്ചവടമാണ് പ്രധാനം. ഒരു കച്ചവടക്കാരന്റെ ഭാര്യയുടെ കുടുംബത്തിന്റെ അഭിപ്രായം എപ്പോഴായിരിക്കും? അയാൾക്കൊന്നിനും നേരം കിട്ടുന്നില്ല എന്നായിരിക്കും പൊതുവെ അഭിപ്രായം. അപ്പൊ കച്ചവടക്കാരൻ എപ്പോഴും, നമ്മുടെ സമാജത്തെ എടുക്കുക, കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഇതിൽ ലക്ഷോപലക്ഷ ആളുകൾ ജീവിക്കുന്നത് കച്ചവടത്തെ, വ്യാപാരത്തെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പൊ രാവിലെ 9 മണിക്ക് കട തുറന്നു രാത്രി 10 മണിക്ക് വീട്ടിലെത്തുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കുടുംബത്തിലെ പലതും മിസ്സാകുന്നു. അതുകൊണ്ട് പൊതുവെ നമ്മൾ പറയാറുണ്ട്, കച്ചവടക്കാരൻ ജീവിക്കുന്നില്ല, വീട്ടുകാരാണ് ജീവിക്കുന്നത് എന്ന്. കച്ചവടക്കാരൻ വീടിന് വേണ്ടി ജീവിച്ചു പോകുന്നു, അങ്ങനെ ഒരു ദിവസം അയാൾ മരിച്ചു പോകുന്നു. അങ്ങനെ ധാരാളം കച്ചവടക്കാരെ നമുക്കറിയാം. 10-40 വർഷമായിട്ട് രാവിലെ 8 മണിക്ക് കട തുറന്ന് രാത്രി 10 മണിക്ക് തിരിച്ചെത്തുന്ന, ഒന്ന് കിടന്നുറങ്ങി വീണ്ടും പോകുന്ന ധാരാളം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. ഇങ്ങനെ നിരന്തരമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുന്ന, ദൈവിക ചിന്തകൾ വളരെ കുറഞ്ഞു പോകുന്ന ഒരിടമാണ് കച്ചവടം. അപ്പൊ ആ കച്ചവടം സംഘർഷങ്ങൾ വളരെ കൂടിയതുമാണ്, മത്സരങ്ങൾ വളരെ കൂടിയതുമാണ്. അപ്പൊ മത്സരങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ആ വൈശ്യൻ എന്നെ ഭജിച്ചാൽ അവനും ഞാൻ പരമമായ ഗതിയെ നൽകുന്നു. അപ്പൊ അവിടെ വൈശ്യൻ എന്ന് പറയുന്ന ഏറ്റവും തിരക്ക് പിടിച്ച ഒരു കച്ചവടക്കാരൻ, ഇപ്പോ നമ്മുടെ MA യൂസഫ് അലി വൈശ്യനാണ്. അതുപോലെ തന്നെ അംബാനിയും അദാനിയും വൈശ്യന്മാരാണ്. അവരുടെ ടൈം എത്ര ഉണ്ടാവും? അവർക്ക് കൊടുക്കുവാൻ ഒരു ദിവസം അവരുടെ കയ്യിൽ എത്ര ടൈം ഉണ്ടാവും? വളരെ ചുരുക്കമായിരിക്കും. അവരുടെ കയ്യിലെ ടൈം വളരെ ചുരുക്കമായിരിക്കും. അപ്പൊ അവര് പോലും എന്നെ ഭജിച്ചാൽ അവർക്ക് പരമമായ ഗതിയെ ഞാൻ നൽകുന്നു. അപ്പോൾ വൈശ്യന്റെ ഗുണത്തെ അറിഞ്ഞുകൊണ്ട്, വൈശ്യൻ ആരെന്നറിഞ്ഞുകൊണ്ടാണ് ഇതിനെ നമ്മൾ സമീപിക്കേണ്ടത്. അടുത്ത പറയുന്നത് ശൂദ്രനാണ്. ശൂദ്രൻ ആരാണെന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 1000 രൂപയുടെ പണിയെടുത്തിട്ട് വൈകുന്നേരം ബീവറേജിന്റെ മുന്നിൽ നിങ്ങൾ ക്യൂ കാണാറുണ്ടോ? വലിയ ക്യൂ. ഇതിൽ 80% ആളുകളും ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകളാണ്. അതായത് നല്ല വീടുകളില്ല, സൗകര്യങ്ങളില്ല, മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല. പക്ഷെ 1000 രൂപ കൂലി കിട്ടിയാൽ 500 രൂപയ്ക്ക് അവർ മദ്യത്തിനും പൊറാട്ടയ്ക്കും ബീഫിനുമൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇവർക്ക് അറിയില്ലേ ഇത് ദോഷമാണെന്ന്? 50 രൂപയുടെ മദ്യമാണ് നമ്മുടെ സർക്കാർ 500 രൂപയ്ക്ക് ഈ പാവങ്ങൾക്ക് വിൽക്കുന്നത്. ഇവരാണ് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് എന്നത് ശരിയാണെങ്കിൽ കൂടിയും തൻ്റെ പണം തൻ്റെ സ്വാർത്ഥ സുഖത്തിനു വേണ്ടി 2 മണിക്കൂർ സമയം, 3 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന തലച്ചോർ മരവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിനു വേണ്ടിയിട്ട് ഇയാൾ നീക്കിവെക്കുന്നുവെങ്കിൽ, മദ്യപിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നുവെങ്കിൽ, മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ഇത്തരം ഗുണപ്രധാനികളെ നമ്മൾ വിളിക്കുന്നതാണ് ശൂദ്രൻ. ഇങ്ങനെ ശൂദ്രഗുണപ്രധാനിയായ വ്യക്തിയുടെ ജീവിതം ഏറ്റവും തരംതാണ ജീവിതമായിരിക്കും. എപ്പോഴും ആ വീട്ടിൽ ബഹളമായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, ഒരിക്കലും സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാവില്ല. നമ്മൾ പറയാറുണ്ട് മദ്യപാനികൾ തന്നെ പലതരത്തിലുണ്ട്.
ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മദ്യപിക്കുന്നവർ, മാസത്തിൽ ഒരു പ്രാവശ്യം മദ്യപിക്കുന്നവർ, ഇനി ദിവസവും മദ്യപിക്കുന്നവരുണ്ട്. പക്ഷെ വീട്ടുകാർ പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ മദ്യപിക്കുന്ന ആളുകൾ. ഇനി ചില ആളുകൾ മദ്യപിച്ചാൽ വീട്ടുകാർ മാത്രമേ അറിയൂ, നാട്ടുകാർ അയാൾ മദ്യപിക്കുന്ന വിവരമേ അറിഞ്ഞിട്ടുണ്ടാവില്ല. ചില ആൾ മദ്യപിച്ചാൽ വീട്ടിൽ ഒരുപാട് സ്നേഹത്തെ പ്രദാനം ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് വീട്ടുകാർ പ്രാർത്ഥിക്കും ഇയാൾ ഇന്ന് അല്പം കുടിച്ചു വന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്നവരുണ്ട്. ചില ആളുകൾ മദ്യപിച്ചാൽ നാട്ടുകാരെ മൊത്തം അറിയിക്കണം, ഭാര്യയെ തല്ലണം, വീട്ടിൽ മക്കളെ തല്ലണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതിലാരാണ് ശൂദ്രൻ? മദ്യപിക്കുന്നതോടുകൂടി തൻ്റെ വ്യക്തിബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ആരെയാണോ തല്ലാൻ പാടില്ലാത്തത്, ആരെയാണോ ഞാൻ സംരക്ഷിക്കേണ്ട അവരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഇത്തരം വ്യക്തികൾ ശൂദ്രനാണ് എന്ന് കരുതി മദ്യപിച്ച് ശൂദ്രനായി ജീവിച്ച് ജീവിതം മുഴുവൻ നശിപ്പിച്ചു എന്ന് തോന്നുന്നവനും, രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ സപ്തർഷികളെ തടുത്തു നിർത്തി കൊള്ളയടിക്കാൻ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി രാമമന്ത്രം കൊടുത്തപ്പോൾ വാൽമീകി മഹർഷിയായി മാറി എന്നൊരു കഥ രാമായണത്തിൽ ഇല്ലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരൻ മദ്യപാനി എന്ന ശൂദ്രനെ ബ്രാഹ്മണിലേക്ക് ഉയർത്തുവാൻ സപ്തർഷികൾക്ക് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഏത് ശൂദ്രനും ഏത് അഴുക്ക് ചാലിൽ പെട്ടുപോയവനും എന്നെ ഭജിച്ചുകൊണ്ട് ആ ബീവറേജിൽ നിന്ന് അവന് ഉയർന്നു വരാം. ബീവറേജിന്റെ കോമ്പൗണ്ടിലാണ് ഞാൻ ഇന്ന് കിടന്നുറങ്ങുന്നതെങ്കിൽ എല്ലാ കാലത്തും എൻ്റെ താമസം അവിടെ ആക്കണമെന്നില്ല. എനിക്ക് മദ്യപാനം അവസാനിപ്പിക്കാം, എനിക്ക് ഉയരാം. ചിന്തകൾ കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉയർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ എനിക്ക് ഉയർത്തുവാൻ കഴിയും എന്ന് പറയുന്ന ആ ഗുണവിശേഷമാണ് ശൂദ്രനും എന്നിലേക്ക് ഉയരുവാൻ കഴിയും. പരമമായ ഗതി ഞാൻ എല്ലാവർക്കും നൽകും. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഞാൻ നൽകും. പാപയോനികൾക്കും നൽകും. ശരീരക്ലേശത്തെ ഒരുപാട് അനുഭവിക്കുന്ന സ്ത്രീക്കും ഞാനത് നൽകും എന്ന് ഭഗവാൻ പറയുന്ന ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ ശ്ലോകത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഭഗവാന് 8 ഭാര്യമാരാണ്. ശ്രീകൃഷ്ണനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 8 ഭാര്യമാരാണ്. 10 മക്കൾ വെച്ച് 80 മക്കളും അദ്ദേഹത്തിന് ഉണ്ട്. സ്ത്രീയോടുള്ള ഭാരതത്തിന്റെ എക്കാലത്തെയും സമീപനത്തെയും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണൻ 8 കല്യാണം കഴിച്ചുവെങ്കിൽ ശ്രീകൃഷ്ണന്റെ അർദ്ധ സഹോദരിയായ പാഞ്ചാലിക്ക് 5 ഭർത്താവും ഉണ്ട്. അപ്പോൾ ഒരു പുരുഷന് 8 ഭാര്യമാർ മാത്രമല്ല, ഒരു സ്ത്രീക്ക് 5 ഭർത്താവിനെയും മഹാഭാരതം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു പുരുഷന് 4 കെട്ടാം, അതിലിത്ര മക്കളുണ്ടാക്കാം എന്ന വാശിയൊന്നുമില്ല. പുരുഷന് 8 കെട്ടാമെങ്കിൽ 5 കെട്ടാമെങ്കിൽ സ്ത്രീക്കും 5 കല്യാണം കഴിക്കാം എന്ന് പറയുന്നത് കാണാം. രാമൻ എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം സീതയ്ക്കുമുണ്ട്. സീതാരാമനാണ്, പാർവതി പരമേശ്വരനാണ്, ഉമാമഹേശ്വരനാണ്, ലക്ഷ്മി നാരായണനാണ്. എന്നാൽ പാശ്ചാത്യർ പറയുന്നത് മിസ്സിസ് നെൽസൺ എന്നാണ്. മിസ്സിസ് നെൽസന്റെ ഭാര്യ പേരെന്താ അറിയില്ല. ഇത് കണ്ടപ്പോൾ നമ്മളും പറഞ്ഞു മിസ്സിസ് മേനോൻ, മേനോന്റെ ഭാര്യയുടെ പേരെന്താ കാർത്യായനി എന്നാണ്. നമുക്കറിയില്ല. അപ്പൊ മേനോനാണ് അവിടെ പ്രസക്തിയുള്ളൂ, കാർത്യായനിക്ക് പ്രസക്തിയില്ല. മേനോന്റെ ഭാര്യ എന്നാണ് പ്രസക്തി. അപ്പൊ ഇവിടെയാണ് ഭാരതം രാധാകൃഷ്ണനും സീതാരാമനും ഉമാമഹേശ്വരനും പാർവതി പരമേശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തത്. എത്ര നാരിസ്തി പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറയുന്നിടത്ത് എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതമാർ രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ 33 കോടി ദൈവങ്ങളിൽ 60% ദൈവങ്ങൾ ഹിന്ദു ദൈവങ്ങൾ, ഭഗവതിമാരും ദേവിമാരുമാണെന്ന് അരുൺകുമാർ മനസ്സിലാക്കുമ്പോൾ രാഷ്ട്രപതിയാകുവാനും പ്രധാനമന്ത്രിയാകുവാനും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകുവാനും മുഖ്യമന്ത്രിയാകുവാനും ഹിന്ദു സ്ത്രീകൾക്ക് യാതൊരു തടസ്സവുമില്ലാത്ത നാട്ടിൽ, ഹിന്ദു സ്ത്രീകൾക്ക് മതം വസ്ത്രം നിശ്ചയിക്കാത്ത നാട്ടിൽ, ഹിന്ദു പുരുഷൻ എവിടെയെല്ലാം ചെല്ലുവാൻ പറ്റുമോ അവിടെയെല്ലാം ഹിന്ദു സ്ത്രീകൾക്ക് കയറി ചെല്ലുവാൻ കഴിയുന്ന നാട്ടിൽ ഇങ്ങനെ ഹിന്ദുവിൻ്റെ ഈ ഒരു മഹത്തായ കാഴ്ചപ്പാടിനെ വികലമാക്കുന്നതിന് പകരം അതിനെയെല്ലാം സാന്ദർഭികമായിട്ട് ഏതൊരു സമയത്ത് പറഞ്ഞു എന്നുകൂടി മനസ്സിലാക്കണം. ഇനി അർജുനൻ എന്ന യോദ്ധാവിനോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അർജുന, നീ ഉത്തമനായിട്ടുള്ള പുരുഷനാണ്, നീ ക്ലൈബ്യത്തെ പ്രാപിക്കരുതെന്ന് പറഞ്ഞിട്ട് നപുംസകത്വം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ആണിനും പെണ്ണിനും ചേരാത്തത്. അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല. എന്തുകൊണ്ടാണ് ക്ലൈബ്യം അസ്മഗമപ്പാർത്ഥ എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല. അർജുനൻ ട്രാൻസ്ജെൻഡർ അല്ല, മറിച്ച് ഉത്തമനായ ശരീരമാണ്, പൗരുഷ ശരീരമാണ് അർജുൻ്റേത്. പക്ഷേ ആണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവത്തെ പ്രാപിച്ച് വിലാളി വീരനായ അർജുനൻ അദ്ദേഹത്തിന്റെ ആയുധം താഴെ വെച്ചിട്ട് ഞാൻ യുദ്ധത്തിനില്ല എന്ന് ഒരു AK-47 താഴെ വെച്ച് കരസേനാ മേധാവി പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ് 75 കൊല്ലം മുമ്പ് എൻ്റെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ പാവം പാകിസ്ഥാൻ, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത്, അതുകൊണ്ട് ഞാൻ ആയുധം താഴെ വെക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുമോ? ഇല്ല. ഇങ്ങനെ ആയുധം താഴെ വെച്ച് 5100 വർഷം മുമ്പ് ഞാനിതാ സന്യസിക്കാൻ പോവുകയാണ് എന്നുവരെ പറഞ്ഞ അർജുനന് നൽകുന്ന ഉപദേശങ്ങളെയാണ് ഇവിടെ കാണേണ്ടത്. അപ്പം പലതുമായിട്ടും കമ്പയർ ചെയ്യേണ്ടി വരും. പല മോട്ടിവേഷൻ വാക്കുകൾ ഉണ്ടാകും.
ഉണ്ടാവും, അത് അർജുനുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ അരുൺകുമാർ തന്റെ കുഞ്ഞിനെ ശകാരിക്കുന്ന സമയത്ത് അവന് നന്മ വരാൻ വേണ്ടിയിട്ടാണ് ആ ശകാരമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും ഉണ്ടാവും. പക്ഷെ അതെല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമായി കൊള്ളണം എന്നില്ല. അപ്പൊ അതെല്ലാം സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അവിടെ മാത്രമല്ല, ഈ സന്ദർഭം ഈ അർജുനന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പൗരുഷ വീരത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ കൊടുക്കുന്ന വ്യത്യസ്തമായ ഉപദേശങ്ങളുടെ ഒരു ചെറിയ ഭാഗമാണ്. 9 അധ്യായം കൊണ്ട് ഭഗവത്ഗീത അവസാനിക്കുന്നില്ല. ഇനിയും 9 അധ്യായമുണ്ട്. 18 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത. ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാരസംഗ്രഹം, സകല വേദങ്ങളുടെയും സാരസംഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഭഗവത്ഗീത എന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.